അങ്ങനെയാണ് കാശി, കൈലാസം, കേദാർനാഥ് എല്ലാം ഒരു ഗുരുസ്ഥാനത്താണ് മഹാദേവൻ ഇരിക്കുന്നത്. അതേസമയം കാമാഖ്യ എന്ന് പറയുന്നത്, അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നത് കാമാഖ്യ ചോദിക്കുകയാണ് പുള്ളിയോട്, ഇത് കാമാഖ്യ അമ്മ തന്നെയാണോ, എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കണം. ആ മായുഭൂം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് അവിടെ കല്ലിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അമ്മയുടെ യോനിമുദ്ര ഇത് തൊട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചങ്ങനെ വെക്കുകയാണ്. ജന്മം പ്രവേശിക്കുന്നതും പുറത്തേക്ക് വരുന്നതുമായിട്ടുള്ള കവാടമാണ് യോനി എന്ന് പറയുന്നത്. അതിലാണ് ഞാൻ കൈ വെച്ചിരിക്കുന്നത്. അതിലൂടെ എനിക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, അവിടുത്തെ ആ നീരുറവ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ആ തീർത്ഥത്തിൽ കൈ ഇങ്ങനെ വെച്ച് നിൽക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, അമ്മ എന്നുള്ള ഭാവം ഉണ്ടല്ലോ, ജനനി എന്ന് പറയുന്നൊരു ഭാവമുണ്ട്, അത് ശരിക്കും അറിയാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ ആ ഗർഭപാത്രത്തിനുള്ളിലാണ് ഇരിക്കുന്നത്. അമ്മ ഇരിക്കുന്ന ഗുഹയ്ക്ക് പറയുന്ന മനോഭാവം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ കാമാഖ്യ ദേവിക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞു പിന്നെ തിരിച്ചു പോകുന്നത് അതീവമായൊരു ആത്മബലത്തോട് കൂടിയിട്ടാണ്. അത് തന്നെയാണ് നമ്മളിൽ, അതായത് നമ്മൾ അപ്പോൾ ജനിച്ചതുപോലെ ശുദ്ധരാവുകയാണ്. മോചിത ചേച്ചി, കാമാഖ്യ ഒരുപാട് ലേഖനങ്ങളിലൂടെ ചില വീഡിയോകളിലൂടെയൊക്കെ എപ്പോഴും കാണണം, കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരുമോ? കാമാഖ്യ നമ്മളുടെ യാത്രകളിൽ കാമാഖ്യ ഇപ്പം നീലാചലത്തിലിരിക്കുന്ന ഭഗവതി പൊരുളിൻ്റെ ഇരിപ്പിടമാണ്. ഇതെല്ലാം നമ്മൾ ഈ യാത്രകളിൽ ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾ, ഇപ്പോൾ കാശിക്കുള്ള ഒരു തരംഗം, അല്ലെങ്കിൽ കാശി നമുക്ക് നൽകുന്ന ഊർജ്ജം, ഉത്തർപ്രദേശിൽ തന്നെയുള്ള വൃന്ദാവനം നൽകുന്ന മറ്റൊരു ഊർജ്ജമാണ്. ഇതെല്ലാം ഈ സ്ഥലങ്ങളൊക്കെ അല്ലെങ്കിൽ മോക്ഷപുരികളായിട്ടോ അല്ലെങ്കിൽ വിശേഷമായിട്ട് ഭഗവതിമാരിയ്ക്കുന്നു എന്ന് പറയുന്ന ഈ സ്ഥലങ്ങൾ എല്ലാം പ്രത്യേകതയുള്ളതാണ്. നമ്മളിലൊരു ശക്തിയെ ഉണർത്താൻ തീർച്ചയായിട്ടും കെൽപ്പുള്ള സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളിൽ ആദ്യം ശക്തി ഉണ്ടായി വന്നിട്ടുണ്ട്. ആ ശക്തി തന്നെയാണ് പിന്നീട് അവിടെ ഭഗവതിമാരായി നിലകൊള്ളുന്നത്. അപ്പോൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ, നമ്മുടെ വൃന്ദാവന യാത്രകളിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, വൃന്ദാവനത്തിൽ പരമമായ ആനന്ദമാണ്, റിലാക്സ്ഡ് ആണ്, സെലിബ്രേഷനാണ്. അപ്പോൾ വൃന്ദാവന യാത്രയിൽ വന്ന ഒരാൾ വൃന്ദാവന യാത്രയ്ക്ക് വന്നിട്ട് കാശി യാത്രയിൽ വരുമ്പോൾ പറയും, പക്ഷെ നമ്മുടെ വൃന്ദാവന യാത്ര പോലെ അല്ലല്ലോ കാശി. അപ്പോൾ ഞാൻ പറയും, ഒരു യാത്രയും കമ്പയർ ചെയ്യരുത്. കാരണം വൃന്ദാവനത്തിൻ്റെ ടെറൈൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ആ ഹാപ്പിനെസ്സാണ്. അത് നമ്മൾ റിസീവ് ചെയ്യുന്നു. ആ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കും. കാശിയുടെ സ്ഥലത്ത് നമുക്ക് ഒരു വളരെ ഗൗരവക്കാരനായ ഒരു ഗുരുവിൻ്റെ മുന്നിൽ നമ്മൾ എങ്ങനെയായിരിക്കും, ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറിൻ്റെ മുന്നിൽ ശിഷ്യന്മാർ എങ്ങനെയായിരിക്കും, അതുപോലെയാണ് പലയിടത്തും ഇരിക്കേണ്ടി വരിക. അങ്ങനെ വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിച്ച് മാത്രം സഞ്ചരിപ്പിച്ച്, അങ്ങനെയാണ് കാശി, കൈലാസം, കേദാർനാഥ് എല്ലാം ഒരു ഗുരുസ്ഥാനത്താണ് മഹാദേവൻ ഇരിക്കുന്നത്. അതേസമയം കാമാഖ്യ എന്ന് പറയുന്നത്, ഞാൻ എങ്ങനെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ജനിക്കുന്നത് എന്നറിയുന്ന ആ ഒരു പ്രദേശമാണ് കാമാഖ്യ. കാമാഖ്യയിൽ ഞാനിങ്ങനെ പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന പോലെയാണ്. അതായത് വീണ്ടും ഒരിക്കൽ കൂടി അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോയിട്ട് ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പോലെയുള്ള ഒരു അനുഭവം. ആദ്യത്തെ കാമാഖ്യയാത്ര, അതായത് കാമാഖ്യയാത്ര കൊണ്ടുപോകണമെന്ന ചിന്തയോടുകൂടി ആദ്യം റെക്കയ്ക്ക് പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് കാമാഖ്യ പോകുന്നത്. അന്നൊരു ഈവനിങ് ടൈമിലാണ്. അപ്പോൾ കാമാഖ്യയെക്കുറിച്ച് ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ കാമാഖ്യയെക്കുറിച്ച് അറിയാം, കാമാഖ്യയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഇരുട്ടിനുള്ളിലാണ് ക്ഷേത്രം എന്നൊക്കെ ഉള്ള ഒരു ഇത്. പക്ഷേ ആദ്യമായിട്ട് ആ ഗുഹയ്ക്കുള്ളിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ കാലിങ്ങനെ വിറച്ചു തുടങ്ങി. ഇപ്പം എനിക്ക് ആദ്യം മനസ്സിലാകുന്നില്ല എന്താണ് കാര്യം. പക്ഷേ ഓരോ തവണ നമ്മൾ ഇരുട്ടിലേക്ക് ഇറങ്ങി ചെല്ലും തോറും ഈ ഒരു തരം ഷിവറിങ് ഇങ്ങനെ കൂടി വന്നു. അപ്പോൾ എന്താണ് ഒരു ഇരുട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു വിളക്കിന് ഉള്ളിൽ ചുമപ്പ് നിറത്തിൽ എന്തോ ഒന്ന് കാണുന്നെന്ന് മാത്രമേ ആദ്യം മനസ്സിലാകുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ആ ചുവപ്പ് കാണുന്നുണ്ട്, ദീപം കാണുന്നുണ്ട്. ഇപ്പോൾ പൂജാരി, വലിയ തിരക്കില്ലാത്തൊരു ദിവസമാണ്, പൂജാരി കൈ പിടിച്ചിട്ട്, അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നത് കാമാഖ്യ ചോദിക്കുകയാണ് പുള്ളിയോട്, ഇത് കാമാഖ്യ അമ്മ തന്നെയാണോ, എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കണം. ആ മായുഭൂം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് അവിടെ കല്ലിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അമ്മയുടെ യോനിമുദ്ര അത് തൊട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചങ്ങനെ വെക്കുകയാണ്. ഈ കൈ പിടിച്ചിങ്ങനെ വെക്കുമ്പോൾ വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ പുള്ളി പറയണത് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അമ്മ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ജന്മം കൊടുത്ത ആ പ്രവേശന അല്ലെങ്കിൽ ജന്മം പ്രവേശിക്കുന്നതും പുറത്തേക്ക് വരുന്നതുമായിട്ടുള്ള കവാടമാണ് യോനി എന്ന് പറയുന്നത്. അതിലാണ് ഞാൻ കൈ വെച്ചിരിക്കുന്നത്. അതിലൂടെ എനിക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, അവിടുത്തെ ആ നീരുറവ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ആ തീർത്ഥത്തിൽ കൈ ഇങ്ങനെ വെച്ച് നിൽക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, അമ്മ എന്നുള്ള ഭാവം ഉണ്ടല്ലോ, ജനനി എന്ന് പറയുന്നൊരു ഭാവമുണ്ട്, അത് ശരിക്കും അറിയാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ ആ ഗർഭപാത്രത്തിനുള്ളിലാണ് ഇരിക്കുന്നത്. ആ ഗർഭപാത്രത്തിനുള്ളിൽ എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ അമ്മയിലുണ്ടായിരുന്ന അമ്നോട്ടിക് ഫ്ലൂയിഡ് തന്നെയാണ് ഞാൻ ഈ തൊട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പ്രപഞ്ചം, കുഷ്മാണ്ഡ സ്വരൂപിണിയായ ഭഗവതി, ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ഇങ്ങനെ പിറവി കൊണ്ടതാണ് എന്ന് വിചാരിക്കുന്നൊരു നിമിഷം ആ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. തിരിച്ച് ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചതുപോലെ, വീണ്ടും പുതുതായിട്ട് ജനിച്ച അത്രയും ഫ്രഷായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. ഒരു കുഞ്ഞിൻ്റെ സ്കിൻ പോലെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അപ്പോൾ ജനിച്ചൊരു കുഞ്ഞ് എങ്ങനെയാണ് അമ്മ എന്ന് വിളിക്കുന്ന പോലെ ഞാൻ അമ്മയെ വിളിക്കുന്നത്.
പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടും എൻ്റെ വൈബ്രേഷൻ ഇങ്ങനെ ബോഡി ഫുൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന അത് മാറുന്നേ ഉണ്ടായിരുന്നില്ല. കുറേ നേരം ഇങ്ങനെ തന്നെ ആ അമ്മ എന്നുള്ളൊരു ഫീലും, എന്താ പറയുക, വാക്കുകളില്ലാത്തൊരവസ്ഥ, അത്രയും ആ ഗുഹയ്ക്കുള്ളിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഓരോ തവണ കാമാഖ്യയിൽ പോകുമ്പോഴും ഞാൻ ആദ്യം പോകുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ എക്സ്പീരിയൻസിൽ നിന്നാണ് എൻ്റെ യാത്രകൾ ഞാൻ ചിട്ടപ്പെടുത്തുന്നത്. അല്ലാതെ ഒരു ടൂർ ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഇന്നും മോചിദാസ് മോക്ഷയുടെ ഒരു യാത്രകളും ടൂർ ഓപ്പറേഷൻ അല്ല, അത് പ്രധാനമാണ്. ഇതൊരു കോൾ അവിടെ നിന്ന് ഉണ്ടാവും. ആ വിളി അവിടെ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ നേരെ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അതുപോലെ ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങൾ നമുക്ക് എന്തായാലും ഭഗവതി കാത്തുവെക്കും. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാനോടായാലും ഭഗവതിയോടുള്ള അനുവാദം ചോദിക്കും. കൊണ്ടുവന്നു കൊള്ളട്ടെ, ആൾക്കാരെ ഞാൻ കണ്ടത് അറിഞ്ഞത് പറഞ്ഞു കൊടുത്തു കൊള്ളട്ടെ. ഈ അനുവാദം കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ യാത്രയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ കൂടെ കാമാഖ്യ യാത്രയിലേക്ക് വരുമ്പോൾ കാമാഖ്യ യാത്രയിലേക്ക് വരുന്ന ഓരോരുത്തരും ആദ്യം ദശമഹാവിദ്യകൾ എന്താണ് ഇത് അറിവ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അകത്തേക്ക് എത്തി ഈ മനോഭവ ഗുഹയിലേക്ക്. മനോഭവ ഗുഹ എന്നാണ് ആ ഗുഹയ്ക്ക് പറയുന്നതാണ്. അമ്മ ഇരിക്കുന്ന ഗുഹയ്ക്ക് പറയുന്ന മനോഭവ ഗുഹ. മനോഭാവം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. ആ പ്രകൃതി നമുക്കായിട്ട് കരുതുന്ന നമ്മളുടെ എല്ലാ തരത്തിലുമുള്ള കരുതലുകളെല്ലാം ഉണ്ട് ആ ആറ്റിറ്റ്യൂഡ്. മാതാവ് എന്നുള്ള ആ മനോഭാവം, അതിലേക്ക് നമ്മൾ ഗർഭസ്ഥ ശിശു എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം ഉണ്ടെന്നേ, അവിടെ ഒരു മറുപടി കിട്ടുകയാണ്. കാരണം ഒരു അമ്മയ്ക്ക് മാത്രം നൽകാൻ പറ്റുന്ന ഉത്തരങ്ങൾ, കോൺഫിഡൻസ്, ജീവിതത്തിലേക്കുള്ള പുതിയ പ്രതീക്ഷകൾ. അപ്പോൾ സർവ്വതും തകർന്നായിട്ട് നമ്മളൊരു അവസ്ഥയിലാണെങ്കിൽ പോലും ആ മനോഭാവം ഗുഹിക്കുന്ന പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ശക്തി ഉണ്ടാവും, ഒരു ആത്മശക്തി ഉണ്ടാവും, എല്ലാം തിരിച്ചു പിടിക്കാനാകും എന്നുള്ളത്. അങ്ങനെ തിരിച്ചു പിടിച്ച രാജാക്കന്മാരുടെ കഥയാണ് അവിടെ പറയാനുള്ളത്. അവരെല്ലാം നഷ്ടപ്പെട്ട് അവിടേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ കാമാഖ്യ ദേവിക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകുന്നത് അതീവമായൊരു ആത്മബലത്തോട് കൂടിയിട്ടാണ്. അത് തന്നെയാണ് നമ്മളിൽ. അതായത് നമ്മൾ അപ്പോൾ ജനിച്ചതുപോലെ ശുദ്ധരാവുകയാണ്, പരിശുദ്ധരാവുകയാണ്. പിന്നെ ഒരു അപാരമായ ഊർജ്ജവും. ഈ ഊർജ്ജ തരംഗങ്ങൾ നമ്മുടെ പെരുവിരലിൽ നിന്ന് ശിരസ് വരെ ആ കുണ്ടലിനി ശക്തിയുടെ സഞ്ചാരം എന്ന് പറയുന്നത് മനോഭാവ ഗുഹകളിൽ സംഭവിക്കും. അപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ തവണയും വരുന്നവർക്ക്, അപ്പം ഞാൻ എൻ്റെ ഒപ്പം വരുന്ന ഓരോരുത്തരെയും ഞാൻ ആ കണ്ടത് അറിഞ്ഞത് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഓരോരുത്തരെയും മനോഭാവ ഗുഹയിലേക്ക് പോകുമ്പോൾ ഇത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയും, പലപ്പോഴും എൻ്റെ കൂടെ യാത്ര വരുന്നവർ മനസ്സിലാക്കാം അല്ലെങ്കിൽ വിചാരിക്കുക എനിക്ക് ശരിക്കും ഞാൻ വളരെ ക്രേസി ആയിട്ട് പെരുമാറുന്നതായിട്ടാണ്. എന്തിനായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത്? നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും, ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെ വിചാരിക്കണം കേട്ടോ, ഇങ്ങനെ പറയണം കേട്ടോ എന്ന് പറയുന്നത് എന്താണ് എന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആ അനുഭവത്തിലേക്ക് എന്താണോ അനുഭവിച്ചത്, ആദ്യത്തെ ദർശനത്തിൽ അനുഭവിച്ചത്, പിന്നീട് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. ഇതൊരു വെറും തീർത്ഥയാത്ര ആയിരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ രോഹിത്, നമ്മളെല്ലാവരും വളരെ വിശേഷമായ യാത്രയിൽ നമ്മളുടെ ട്രാവലിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ യാത്രകൾ എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും ആരംഭിച്ചതല്ല. നമ്മളുടെ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അച്ഛനിൽ നിന്ന് അമ്മയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. എത്രയോ പേര് സഞ്ചരിച്ചത് നമ്മൾ മാത്രമാണ് ആ ലക്ഷ്യത്തിലെത്തിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മളുടെ യാത്രകളിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? അപ്പം ഇതൊരു പ്രയാണം തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ബ്ലെസ്ഡ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അമ്മയിലേക്ക് എത്തി, അമ്മയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഭൂമിയിലേക്ക് എത്തി. ഈ ഭൂമിയിൽ നിന്ന് പിന്നീട് നമ്മൾ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് ബാഗ് പാക്ക് ചെയ്ത് നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്, നിരന്തരം യാത്രകളിലാണ്. ജീവിതം നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഒരു യാത്രയാണ്. ഇതിലെന്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നു, ആരെയൊക്കെ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുന്നു, എന്തൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, അല്ലേ? അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റോട് കൂടി ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ പറ്റണം. അപ്പോൾ യാത്രകൾ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളിലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിരന്തരമായി യാത്രകളിൽ ഉണ്ടാവുക. ഇതുപോലുള്ള സ്ഥലങ്ങൾ, കാമാഖ്യ ആയിക്കൊള്ളട്ടെ, കാമാഖ്യയിൽ ഒരു പുഴ, ഇപ്പോൾ കാമാഖ്യ ദേവീക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ആ മല, നീലാചലം എന്ന് പറയുന്ന മലയാണ്. ആ മലയുള്ളിടത്തോളമാണ് കാമാഖ്യയുടെ ശക്തി. ആ മല അങ്ങനെ ഉണ്ടാവണം. അതുപോലെ അവിടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര നദി, ഇവിടെ ദേവിയുടെ ഭാവങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവിടെ അമ്പുബാച്ചി ഉത്സവം വരുമ്പോഴേക്കും പുഴയിലെ വെള്ളം ചുവപ്പ് നിറമാകും. ഭഗവതിയുടെ ആർത്തവ രക്തമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആ ഒരു തലത്തിലേക്ക് കണക്റ്റഡാണ് ഈ പ്രകൃതി. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തരാണ് എന്ന് പറയുന്ന, പലരും ഭക്തിയുണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികളാണെന്ന് പറയുന്നുണ്ട്. അധികം പേരും കൃഷ്ണ ഭക്തരാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ കൃഷ്ണഭക്തരാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭക്തി? നമ്മൾക്ക് ഈ കണക്ഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ഈശ്വര വിശ്വാസം, അല്ലെങ്കിൽ ഈ ഭഗവതി ആ മലയിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പം സാവര രാജാക്കന്മാരുടെ പരദേവതയായിട്ടാണ് കാമാഖ്യ ദേവി ഇരിക്കുന്നത്. അപ്പം ആ ദേവി അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ ആ സാന്നിധ്യമുണ്ട് എന്ന തിരിച്ചറിവുകൾ നമുക്ക് നൽകിയത് ഈ പ്രകൃതിയല്ലേ? ഈ പ്രകൃതി, ആ മലകളിലേക്ക്, ആ ഗുഹകൾക്കുള്ളിലേക്ക് ആദ്യം കടന്നു ചെല്ലാൻ
പറ്റിയ ആൾക്കുണ്ടായ ആത്മീയ അനുഭവമാണ് പലരിലേക്കും പകർന്നു കൊടുത്തപ്പോൾ. അപ്പോൾ കാമാഖ്യ എന്ന സാന്നിധ്യം ജനകീയമായി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓരോ ക്ഷേത്രങ്ങളും ഇങ്ങനെയാണ് കാലാകാലങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ, പുഴയെ സ്നേഹിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ, മലയെ സംരക്ഷിച്ചു നിർത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ആരാധിക്കേണ്ടത് ഗോവർദ്ധനഗിരിയാണ് എന്ന് അന്നത്തെ തലമുറ 5250 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ജനതയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉള്ളറിഞ്ഞുപാസിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും മലകളെയും പുഴകളെയും സംരക്ഷിക്കേണ്ടേ, പ്രകൃതിയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണ്ടേ. ശരിക്കും നമ്മൾ എന്തായാലും ഹൈന്ദവ വിശ്വാസം, ഹൈന്ദവികത എന്ന് പറയുന്നത് പൂർണ്ണമായും പ്രകൃതിയിലാണ്. ഏത് ക്ഷേത്രത്തിൽ നോക്കിക്കോളൂ, ഒരു മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ അല്ലെങ്കിൽ പുഴ ഒഴുക്കി കൊണ്ടുവന്ന കല്ലിലോ ഒരു മലയിലോ അല്ലേ മൂർത്തികളുള്ളത്, പിന്നീടല്ലേ ക്ഷേത്രങ്ങൾ ഉണ്ടായി വന്നത്. അപ്പോൾ പ്രകൃതിയുമായി ഇത്രയും കണക്റ്റഡ് ആയിരിക്കുന്ന നമ്മുടെ എൻ്റെ ആത്മീയ അന്വേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ എല്ലാവരോടും പറയാനുള്ളത് പ്രകൃതിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുക, പ്രകൃതിയുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുക, പ്രകൃതിക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുക, പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുക. ഒരു പുഴയെങ്കിലും, ഒരു പുഴയിൽ ഒരു മാലിന്യം നിക്ഷേപിക്കപ്പെടാതിരിക്കാനെങ്കിലും നമുക്ക് കാരണമാകാം. പൂർണ്ണമായിട്ടും പുഴയെ ശുദ്ധമാക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമായിരിക്കും, അറിയില്ല. പക്ഷേ അവിടെ ഒരു മാലിന്യം ഇടാതിരിക്കാനുള്ള ശ്രമമെങ്കിലും ഞാൻ നടത്തിയാലാണ് ഞാൻ യഥാർത്ഥത്തിൽ ഭക്തയാകുന്നത്. എനിക്ക് തോന്നുന്നു മോക്ഷയുടെ അടുത്ത യാത്ര കാശിയിലേക്കാണെന്ന് തോന്നുന്നല്ലേ? ഇപ്പോൾ വൃന്ദാവനമുണ്ട്. വൃന്ദാവനം കഴിഞ്ഞ ഉടനെ കാശി, ഗയ, പ്രയാഗ്, അയോധ്യ. അപ്പോൾ അത് കാശി എന്ന് പറയുന്നതിനെ ഇതുപോലെയാണ്. കാശി നമ്മൾ പോയി കണ്ടുവരിക എന്നുള്ളതല്ല, കാശി എന്ന വാക്കിൽ, പ്രകാശം എന്ന വാക്കിൽ നിന്നാണ് കാശി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കാശിയിൽ നമ്മൾ ആ പ്രകാശത്തെ കണ്ടാൽ മാത്രമേ കാശി യാത്ര പൂർണ്ണമാകും. അപ്പോൾ പ്രകാശത്തെ തിരഞ്ഞുള്ള യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് യാത്രകളിൽ നമ്മൾ വളരെ ക്രേസി ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും കേട്ടോ. ചുമ്മാ പോയി യാത്ര കാണുക മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ചിലയിടത്ത് അങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം, കുറച്ചേരം ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്ന് ധ്യാനിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്ന് ധ്യാനിക്കും. കുറേ യാത്രികർക്കൊക്കെ മനസ്സിലാവും, കുറേ യാത്രികർക്ക് എന്ത് പ്രാന്താണിത്, അതൊന്നും വേണ്ട. ചിലപ്പോൾ ഉച്ചത്തിൽ ഇവിടെ നിന്ന് നമുക്കൊന്ന് പാടാം എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് നൃത്തം, വൃന്ദാവനത്തിലൊക്കെ നമുക്ക് പറയും നമുക്ക് ഇവിടെ നൃത്തം ചെയ്യാം എന്ന് പറയും. അപ്പോൾ അങ്ങനെ നൃത്തം ചെയ്തും പാട്ടുപാടിയും നമ്മളെന്തോ അതിൽ നിന്ന് മാറിയിട്ട് ഉയർന്ന ഒരു തലത്തിൽ നിൽക്കുന്ന ഈശ്വരമൂർത്തികളെ അറിയുവാൻ പാകത്തിന് ചെല്ലുന്നൊരു ജീവാത്മാവാണ്. അവിടെ നമ്മളൊരു ഈഗോയും ഇല്ലാതെ ഈശ്വരനിലേക്ക് ലയിക്കുമ്പോൾ പരമമായും ആനന്ദം നമ്മളിലേക്ക് ലയിക്കുന്നു എന്ന് മനസ്സിലാക്കാനാകുമ്പോൾ യാത്രകൾ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ആ യാത്രകളൊക്കെ നമുക്ക് പ്രത്യേകമായ അനുഭവ തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും മോക്ഷയോടൊപ്പം ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ, പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു.